വിശദമായി പാർട്ടി ആവശ്യപ്പെട്ടാൽ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് രാഹുൽ ഗാന്ധി. വിവരങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, നേതൃസ്ഥാനത്തേക്ക് രാഹുൽ വരുന്നു എന്ന സൂചനകൾ തന്നെയാണോ ഇന്ന് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ചേർന്ന യോഗങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇനി ഏതായാലും ചില സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എ.കെ. ആന്റണിയാണ് ആദ്യം ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചത്. നിലവിലെ സാഹചര്യത്തിൽ വെല്ലുവിളികൾ നേരിടാൻ രാഹുലിന്റെ നേതൃത്വം അനിവാര്യമാണ് എന്ന് എ.കെ. ആന്റണി പ്രവർത്തക സമിതിയെ അറിയിച്ചു. ഇതിനെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തക സമിതി അംഗങ്ങളും പിന്തുണക്കുകയും ചെയ്തു. ഇക്കാര്യം ഈ പ്രവർത്തക സമിതിയുടെ പൊതുവികാരം സോണിയാഗാന്ധിയെ അറിയിക്കാനായി പ്രവർത്തക സമിതി തീരുമാനിച്ചു. ഇനി കോൺഗ്രസ് അധ്യക്ഷയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തക സമിതിക്ക് ചേർന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. സ്ഥലവും തീയതിയും പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി അവരോധിക്കും. ഏതായാലും 18 വർഷത്തോളം സോണിയാഗാന്ധിയുടെ നേതൃത്വമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അമരത്തേക്ക് വരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി വരണം എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ ആദ്യമായാണ് ഔദ്യോഗികമായി ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. പ്രവർത്തക സമിതിക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് എ.കെ. ആന്റണി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതായാലും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അമരത്തേക്ക് വരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ ഒരാഴ്ചക്കിടെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു. ഏതായാലും അടിത്തറ ഇളകി നിൽക്കുന്ന കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കൊണ്ട് കയറ്റാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയേണ്ടത്. ഏതായാലും അക്കാര്യത്തിൽ ചില നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ അനൈക്യവും നിലനിൽക്കുന്നുണ്ട്. സന്തോഷ്, പാർട്ടി ആവശ്യപ്പെട്ടാൽ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം ചേർന്നതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം ഏറെ നിർണായകവുമായിരുന്നു. അത്തരത്തിൽ രാഹുൽ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്ന് തന്നെയാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സ്വാമി, വൈകാതെ തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തും. ഏതായാലും രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രവർത്തന സമിതിയിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതം അറിയിച്ചു കഴിഞ്ഞു. ഇനി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ സമ്മതം മാത്രമാണ് വേണ്ടത്. ഇന്ന് അനാരോഗ്യ ഉള്ളതിനാൽ സോണിയാഗാന്ധി പ്രവർത്തക സമിതിയിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തക സമിതി ഐക്യകണ്ഠേനയാണ് രാഹുലിനെ രാഹുൽ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഒരാൾ പോലും എതിരഭിപ്രായം ഉന്നയിച്ചില്ല. രാഹുൽ ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ള സാങ്കേതിക നടപടിക്രമം സോണിയാഗാന്ധി ഇതിന് അംഗീകാരം നൽകണം. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തക സമിതി ചേർന്ന് സ്ഥലവും തീയതിയും നിശ്ചയിച്ച് ഔദ്യോഗികമായി സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കും. ഈ ഒരു നടപടിക്രമം മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി AICC ജനറൽ സെക്രട്ടറി ആകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു വിഷയം അതിന് പ്രവർത്തക സമിതിയിൽ ഉയർന്നു വന്നിട്ടില്ല. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അതിനെ സംബന്ധിച്ച ഒരു പ്രമേയം കൂടി വർക്കിംഗ് കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ ഡിസംബറിൽ നിലവിലെ AICCയുടെ കാലാവധി പൂർത്തിയാകുകയാണ്. നേതൃമാറ്റം അനിവാര്യമാണ്. എന്നാൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ കാലാവധി ഒരു വർഷം കൂടി നീട്ടാനുള്ള ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ള ചില അഭിപ്രായം ചില നേതാക്കൾ രഹസ്യമായി പങ്കുവെക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രവർത്തക സമിതിയിൽ ഇക്കാര്യം പറയാനുള്ള ധൈര്യം ആരും കാണിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. പകരം ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതലകളിൽ മുൻപന്തിയിൽ പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയുള്ള ഒരു പ്രചരണം നയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിന് മുമ്പായി രാഹുൽ ഗാന്ധിയെ അധ്യക്ഷനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. വടക്കാഞ്ചേരി പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് പേരാമംഗലം CA സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് IGയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷണറാണ് CA മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിവരങ്ങൾ. വടക്കാഞ്ചേരി പീഡന ആരോപണത്തിൽ ആദ്യഘട്ടത്തിൽ കേസ് കൈകാര്യം ചെയ്തിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പേരാമംഗലം CA മണികണ്ഠനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ CAക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ മോശം പെരുമാറ്റം ഉണ്ടായെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തുവെന്നും ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുവെന്നുമാണ്
യുവതി പരാതി നൽകിയത്. അതോടൊപ്പം പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തിയെന്നും കോടതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ മൊഴി തിരിച്ചു നൽകണമെന്നും പീഡനം നടന്നിട്ടില്ല എന്ന് പറയാനും ഈ സമ്മർദ്ദം ചെലുത്തി എന്നടക്കമുള്ള ആരോപണങ്ങളാണ് വീട്ടമ്മ മുമ്പോട്ട് വെച്ചിരുന്നത്. ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലായി ഇന്നലെയും ഇന്നുമായി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് തല ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. തൃശൂർ റേഞ്ച് AG MR അജിത് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഹിമേന്ദ്രനാഥൻ ഇത്തരത്തിൽ CIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 3-ാം തീയതിയാണ് ഇത്തരത്തിൽ യുവതി ആരോപണവുമായി രംഗത്തെത്തി. ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും സോഷ്യൽ മീഡിയയിൽ അവ ചർച്ചയാവുകയും ചെയ്തതിനു ശേഷം 3-ാം തീയതി രാവിലെ 11:30 കൂടിയാണ് യുവതി ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി. കൗൺസിലർ ജയന്തൻ അടക്കമുള്ള ആളുകൾ 4 പേർ തന്നെ പീഡിപ്പിച്ചുവെന്നും അത് സംഭവം നടന്നത് 2 വർഷം മുമ്പാണെന്നും ഇത്തരത്തിൽ പരാതി മൂടി വെക്കാനായി വലിയ തരത്തിലുള്ള സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായെന്നടക്കമുള്ള ആരോപണങ്ങൾ പുറത്തു പറഞ്ഞത്. തുടർന്ന് ഇത്തരത്തിൽ ജയന്തിനെതിരെ പാർട്ടി നടപടിയെടുക്കുകയും അന്വേഷണം നടന്നു വരികയുമായിരുന്നു. മൊഴിയെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് CIക്കെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ദിൽജിത്ത്, ഇത്തരത്തിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായ പ്രതികരണമാണ് ഉണ്ടായത്. പുറത്തു പറയാൻ പോലും മടിക്കുന്ന അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് അവർ പരാതിയിൽ പറയുന്നത്. അത്തരത്തിൽ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും മൊഴിയെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ CI പേരാമംഗലം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നതായി വീട്ടമ്മയുടെ ആരോപണമുണ്ടായിരുന്നു. ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ സംഭവം നടന്നത് 2014 ഏപ്രിൽ മാസത്തിലാണെങ്കിലും വീട്ടമ്മ പരാതിയുമായി രംഗത്തെത്തിയത് 2016 ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 13-ന് പരാതിയുമായി വനിതാ സെല്ലിൽ എത്തുകയും തൃശൂർ വനിതാ സെല്ലിൽ എത്തുകയും വനിതാ സെല്ലിൽ നിന്ന് ഫോർവേഡ് ചെയ്യപ്പെട്ട പരാതിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന പേരാമംഗലം CIയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. തുടർന്നാണ് പേരാമംഗലം സ്റ്റേഷനിൽ എത്തിച്ച ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് മൊഴിയെടുപ്പ് നടന്നത്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും മോശം രീതിയിൽ അഭിസംബോധന ചെയ്യുകയും അത്തരത്തിൽ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തിയെന്നും അതോടൊപ്പം കേസ് തേച്ചു മാറ്റി കളയാനുള്ള തരത്തിൽ ഇടപെടൽ നടത്തി പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തി ആരോപണ വിധേയരായ കൗൺസിലർ ജയന്തൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി CI വലിയ തരത്തിൽ ഇടപെടൽ നടത്തി കോടതിയിൽ മൊഴി മാറ്റി നൽകാൻ പോലും CIയുടെ നേതൃത്വത്തിൽ കളവ് മൊഴി പഠിപ്പിച്ചു നൽകി എന്നടക്കമുള്ള ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ മൊഴിയായി ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ദിൽജിത്ത്, 2014 ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 2014-16 ആയിരിക്കുന്നു, 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഈ കേസ് ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേസ് തേച്ചു മായ്ച്ച് കളയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് തടയുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലൊരു യുവതി ആദ്യം പരാതിയുമായി രംഗത്തെത്തുന്ന 2014 ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി പരാതി നൽകുന്നത് 2016 ഓഗസ്റ്റിലാണ്. 2 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ തുടരന്വേഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ പരാതി വേണ്ട രീതിയിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഗൗരവതരമായ അന്വേഷണം നടത്താതെ കേസന്വേഷണത്തിൽ ജാഗ്രത പുലർത്താൻ പോലീസ് വീഴ്ച വരുത്തി എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. തൃശൂർ റേഞ്ച് AG MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ യുവതിയുടെ പരാതി പത്രസമ്മേളനം ഉണ്ടായി ഉടൻ തന്നെ ഒരു യോഗം ചേർന്ന് കേസിന്റെ ആദ്യഘട്ടത്തിലെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. 2016 ഓഗസ്റ്റ് മാസത്തിൽ ഇത്തരത്തിൽ പരാതി ലഭിച്ച മുതൽ ഏതൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ആ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ്
പേരാമംഗലം അടക്കമുള്ള ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കേസ് രണ്ടാമത് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടായത്. തുടർന്നും ഈ കേസിൽ യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ, പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും മൊഴിയെടുക്കാൻ, അതും യുവതിയുടെ സൗകര്യാർത്ഥം മൊഴിയെടുക്കാൻ വനിതാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥ ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നുമായാണ് മൊഴിയെടുപ്പ് പൂർത്തിയായത്. ഈ മൊഴിയെടുപ്പിലും ഉദ്യോഗസ്ഥനെതിരെ യുവതി ശക്തമായി തന്നെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസിൽ CA മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളാണ് ദിൽജിത്ത് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോർത്തിയെന്നാരോപിച്ച് അനിൽ അക്കരെ MLA DGPക്ക് പരാതി നൽകി. വനിതാ ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും അനിൽ അക്കരെ ആവശ്യപ്പെട്ടു. അതേസമയം പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുപ്പ് രണ്ടാം ദിവസവും തുടർന്നു. 3 വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന സംഘം ഇന്നലെ കൊച്ചിയിലെത്തിയാണ് പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. സംഘത്തിലെ എലിസബത്ത, സിവിൽ പോലീസ് ഓഫീസർ പ്രിയ എന്നിവർ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് അസോസിയേഷൻ നേതാവിന് ചോർത്തി നൽകിയെന്നാണ് ആരോപണം. പേരാമംഗലം CIക്ക് മൊഴിയുടെ വിവരങ്ങൾ ലഭിക്കാനാണ് CIക്ക് കീഴിലുള്ള സ്റ്റേഷനിലെ CPO ആയ പ്രിയയെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് അനിൽ അക്കര DGPക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചു. നവംബർ 4-ന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ എല്ലാ ഫോൺ വിളികളും പരിശോധിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം രണ്ടാം ദിനവും കൊച്ചിയിൽ വീട്ടമ്മയുടെ മൊഴിയെടുപ്പ് തുടർന്നു. ഭർത്താവിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആരോപണങ്ങൾക്ക് വിരുദ്ധമായി കോടതിയിൽ രഹസ്യമൊഴി നിലനിൽക്കുന്നതിനാൽ നിയമവശങ്ങൾ പരിശോധിക്കും. ADGP B സന്ധ്യയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ആരോപണ വിധേയനായ കൌൺസിലർ ജയന്തൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. അതേസമയം ജയന്തനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ കേന്ദ്ര വനിതാ കമ്മീഷന് വിശദീകരണം നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബാർക്കോഴ കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സാലി, വിവരങ്ങൾ. സ്വാമി, സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ചു ഹൈക്കോടതി. അതിനുശേഷം സംസ്ഥാന സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുകയും ചെയ്തു. പിന്നീട് കോടതി ഈ കേസ് പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം തൃപ്തികരമല്ല എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നോബിൾ മാത്യു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ CBIയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഏതായാലും ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് CBI അന്വേഷണം ആവശ്യമാണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പ്രായഭേദമന്യേ VS സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സർക്കാർ. UDF സർക്കാരിന്റെ കാലത്തെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്ന അഡീഷണൽ സത്യവാങ്മൂലം പിൻവലിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമെന്ന് ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. ഇത് സംബന്ധിച്ച് 2007 ആദ്യ സത്യവാങ്മൂലം സുപ്രീം കോടതി നൽകിയത്. ഇതിനെ പിന്തുണയ്ക്കുന്നു. ഇതിനുശേഷം UDF സർക്കാരാകട്ടെ അഡീഷണൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഇത് പ്രകാരം 10 മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനത്തെ എതിർത്തു. പക്ഷേ ഇത്തരത്തിൽ എതിർക്കുന്നത് സർക്കാർ നിലപാടല്ല. എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ പ്രവേശനം അനുവദിക്കാം എന്നാണ് സർക്കാർ ഇന്ന് അറിയിച്ചത്. ഇത് ദേവസ്വം ബോർഡ് എതിർത്തു. അടിക്കടി നിലപാട് മാറ്റം അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഇന്ന് അത് അംഗീകരിച്ചില്ല. പിന്നീട് വിശദമായ വാദം നടക്കുമ്പോൾ പരിഗണിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തി. അതായത് ഈ ശാരീരിക കാരണങ്ങളാൽ സ്ത്രീകൾക്ക് പ്രവേശനം ഏതെങ്കിലും തരത്തിൽ തടയാനാകുമോ, അത് അവരുടെ തന്നെ തീരുമാനമല്ലേ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമോ വേണ്ടയോ എന്നത്. സ്വകാര്യ മഠമല്ലല്ലോ ക്ഷേത്രങ്ങളെന്നും സുപ്രീം കോടതി ദേവസ്വം ബോർഡിനോട് ചോദിക്കുകയുണ്ടായി. ഇക്കാര്യത്തിലൊക്കെ വിശദമായ വാദം നടക്കാൻ കേസ് ഫെബ്രുവരി 20 മാറ്റുകയും ചെയ്തു. അയ്യപ്പ സേവാ സംഘവും അടക്കമുള്ള പന്തളം രാജകുടുംബം അടക്കമുള്ളവർ
കേസിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതിയോട് അനുമതി തേടി. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് എല്ലാവരെയും കേസിൽ കക്ഷികളാക്കാൻ പറ്റില്ല. പക്ഷേ വാദത്തിന്റെ അവസാന ദിവസം എല്ലാ കക്ഷികളുടെയും വാദം നിലപാട് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ അനിയന്ത്രിതമായ വായുമലിനീകരണം നിയന്ത്രിക്കാനാകാതെ സർക്കാർ. ടൺ കണക്കിന് മാലിന്യം കത്തിച്ച് മലിനീകരണം വർദ്ധിപ്പിച്ച ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കും ദില്ലി സർക്കാരിനും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. ഗുഡ്ഗാവിലും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അതേസമയം ദില്ലിയിൽ വായുമലിനീകരണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഒരാഴ്ചയായി തുടരുന്ന കനത്ത പുകമഞ്ഞും അന്തരീക്ഷ മലിനീകരണവും അനിയന്ത്രിതമായതോടെയാണ് സർക്കാർ അടിയന്തര നടപടികൾ ശക്തമാക്കിയത്. കാഴ്ച തടസ്സം നീക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ റോഡുകളിൽ വെള്ളം തളിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5 ദിവസം വിലക്ക് ഏർപ്പെടുത്തി. നഗരത്തിലേക്ക് ട്രക്കുകൾ പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട്. ആശുപത്രികൾ, മൊബൈൽ ടവറുകൾ എന്നിവയ്ക്ക് വേണ്ടിയല്ലാതെ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ബദർപൂർ ഊർജ്ജ പ്ലാന്റ് 10 ദിവസത്തേക്ക് അടച്ചു. ഹരിയാനയിലും പഞ്ചാബിലും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കത്തിക്കുന്നത്. ദില്ലിയിൽ പുകമഞ്ഞ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതാണ്. ഈ സാഹചര്യത്തിൽ മാലിന്യം കത്തിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഗുഡ്ഗാവിലും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. സമീപ സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി മന്ത്രിമാരുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ചർച്ച നടത്തി. കൃത്രിമമായ രീതിയിൽ മഴ പെയ്യിക്കുന്നതിനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് ദില്ലി സർക്കാർ അറിയിച്ചു. എന്നാൽ വായുമലിനീകരണം കുറയ്ക്കാൻ സർക്കാർ നേരത്തെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിമർശനമുന്നയിച്ചു. മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ നടപടി ശക്തമാക്കിയില്ലെന്ന് സുപ്രീം കോടതി നിയോഗിച്ച സമിതി കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇത് സംബന്ധിച്ച ഹർജിയും സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വായുമലിനീകരണമാണ് രാജ്യതലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിന് അതിരൂക്ഷ വിമർശനമാണ് ദില്ലി സർക്കാരിനെതിരെ ഇന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നടത്തിയത്. നാളെ സമാന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറക്കുന്നത് അഭിഭാഷക മാധ്യമ തർക്കം രൂക്ഷമാക്കുമെന്ന് സുപ്രീം കോടതിയെ ഹൈക്കോടതി അറിയിച്ചു. മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് തർക്കം പരിഹരിച്ചുകൂടെയെന്നും സുപ്രീം കോടതി ചോദിച്ചു. അഭിഭാഷക മാധ്യമ തർക്കം സംബന്ധിച്ച് ഈ മാസം 21-ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രശ്നപരിഹാരം നീളുകയാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹർജിയിലാണ് മീഡിയ റൂം തുറക്കുന്ന സംബന്ധിച്ച് ഹൈക്കോടതി നിലപാടറിയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ അഭിഭാഷക മാധ്യമ തർക്കം രൂക്ഷമാകും. തർക്കം സംബന്ധിച്ച് കേരള ചീഫ് ജസ്റ്റിസ് സ്വമേധയെടുത്ത കേസ് ഈ മാസം 21-ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി വ്യക്തമാക്കി. അതുവരെ സുപ്രീം കോടതി കാത്തിരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചു. കേരളത്തിലെ മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട തർക്കം പരിഹരിച്ചുകൂടെയെന്നും ഇതിനിടയിൽ സുപ്രീം കോടതി ആരാഞ്ഞു. ജൂലൈയിൽ ആരംഭിച്ച പ്രശ്നം പരിഹാരം കാണാതെ നീളുകയാണെന്ന് പത്രപ്രവർത്തക യൂണിയനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ സുപ്രീം കോടതി ഇടപെടണം. കേരള ബാർ അസോസിയേഷന്റെ ആവശ്യം പരിഗണിച്ച് കേസിൽ കക്ഷി ചേരാനും സുപ്രീം കോടതി അനുമതി നൽകി. വിവിധ കോടതികളിലേക്ക് തർക്കം വ്യാപിക്കുകയാണെന്നും പ്രശ്നപരിഹാരത്തിനാണ് ബാർ അസോസിയേഷൻ ശ്രമിക്കുന്നതെന്നും അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാബെയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ കോടതി റിപ്പോർട്ടിംഗിന് അവസരമൊരുക്കണമെന്ന് ലോയേഴ്സ് യൂണിയൻ. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാതിരിക്കാൻ ചിലർ ആസൂത്രിത ശ്രമം നടത്തുന്നതായും ലോയേഴ്സ് യൂണിയൻ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ലോയേഴ്സ് യൂണിയന്റെ അഭിപ്രായം, മറ്റു വിവരങ്ങൾ? സ്വാമി, അഭിഭാഷക മാധ്യമ തർക്കം രാഷ്ട്രീയ ഗൂഢലക്ഷ്യം തിരിച്ചറിയണമെന്നാണ് ലോയേഴ്സ് യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. വാർത്താക്കുറിപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിപ്പിക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യം അഭിഭാഷകർ തിരിച്ചറിയണം. വികാരതലത്തിലേക്ക് വളർത്തിക്കൊണ്ട് ഈ തർക്കം പരിഹരിക്കാതിരിക്കാൻ ചില സ്ഥാപിത താല്പര്യക്കാർ ആസൂത്രിത നീക്കം നടത്തുകയാണെന്നും ലോയേഴ്സ് യൂണിയൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. മാധ്യമപ്രവർത്തകരെ കോടതിയിൽ നിന്ന് ഇറക്കിവിട്ടത് സ്വയം കുഴിയെടുക്കുന്നതിന് തുല്യമാണ്. ഇത്തരം നടപടികൾ നിയന്ത്രിക്കാൻ ലോയേഴ്സ് യൂണിയൻ പ്രവർത്തകർ മുൻകൈയെടുക്കണം. ബന്ധപ്പെട്ട കോടതികളിലെ ന്യായാധിപർ മുൻകൈയെടുത്ത് ഇരുകൂട്ടരുമായി ചർച്ച നടത്തി തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കോടതി മുൻകൈയെടുത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ പേരിൽ പോലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ചില കേന്ദ്രങ്ങളുടെ തുടക്കം മുതലുള്ള പ്രവൃത്തികളുടെ പിന്നിലെ ഗൂഢലക്ഷ്യം തിരിച്ചറിയണമെന്നും ലോയേഴ്സ് യൂണിയൻ പറയുന്നു.
വരും ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് കോടതികളിൽ നിർഭയം റിപ്പോർട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്നും ലോയേഴ്സ് യൂണിയൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. സ്വാമി കെ മുമേഷാണ്. തിരികെ വാർത്തയിലേക്ക്. വിഴിഞ്ഞം കരാറിൽ ആശങ്കപ്പെട്ടതുപോലെ പ്രശ്നങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ സർക്കാർ കരാർ ഒപ്പിട്ടതിനാൽ ഇനി നടപ്പാക്കുകയേ മാർഗമുള്ളൂവെന്നും സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട CAGയുടെ കരട് റിപ്പോർട്ട് സംബന്ധിച്ചായിരുന്നു ചോദ്യോത്തരവേളയിലെ ആദ്യ ചോദ്യം. എന്നാൽ സഭയിൽ വയ്ക്കാത്ത റിപ്പോർട്ട് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിലെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കാത്ത ചോദ്യങ്ങളാകാമെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. അതിനുശേഷമാണ് ചോദ്യോത്തരവേള ആരംഭിച്ചത്. ചോർന്ന CAG കരട് റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ അന്തിമമല്ലെന്നും സർക്കാരിന്റെയും കമ്പനിയുടെയും വിശദീകരണത്തിന് ശേഷം റിപ്പോർട്ടിൽ മാറ്റം വന്നേക്കാമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. CAG റിപ്പോർട്ട് ചോരുന്നത് ആദ്യ സംഭവമല്ലെന്നും താൻ അതിന്റെ ഇരയാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി വിഴിഞ്ഞം കരാറിൽ നേരത്തെ ആശങ്കപ്പെട്ടതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നും വ്യക്തമാക്കി. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കരാറിനെക്കുറിച്ച് കേരളത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നതാണ്. പക്ഷേ കരാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒപ്പിട്ടതായിരുന്നു. കരാർ ഒപ്പിട്ടതോടെ ആ കരാർ നടപ്പിലാക്കൽ മാത്രമേ മാർഗമുള്ളൂ. അതിലുള്ള കുറവുകൾ പറഞ്ഞ് ഇനി തർക്കിച്ച് നിന്നുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാനില്ല. കുറവുകളായി തന്നെ കിടക്കുക. അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആദ്യം ആശങ്കപ്പെട്ടതുപോലുള്ള പ്രശ്നങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം CAG കരട് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എതിർത്തെങ്കിലും വിഴിഞ്ഞം സംബന്ധിച്ച എന്ത് ചർച്ചയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ.